എല്ലാം പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ നിന്ന് പുറത്തു വന്ന വാർത്തകൾക്ക് എന്തുകൊണ്ടും വലിയ രീതിയിലുള്ള ശക്തി പകരുന്ന വാർത്തകളാണ് ഇപ്പോൾ കടന്നു വരുന്നുള്ളത്. ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നു, കർണാടകയിൽ 1000 കോടി രൂപയുടെ രാഷ്ട്രീയ കളി നടന്നു എന്ന്. കർണാടകയിൽ കോടികൾ ഒഴുകിയപ്പോൾ കോൺഗ്രസിന്റെയും JDSന്റെയും MLA-മാർ BJP-യിലേക്ക് ഒഴുകിയെത്തി എന്നുള്ളതാണ് ശരി. കോൺഗ്രസിന്റെയും JDSന്റെയും MLA-മാർ രാജിവെക്കാൻ കാരണം ഒരു MLA-ക്ക് 100 കോടി രൂപയോളം ലഭിച്ചു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നുള്ളത്. കോൺഗ്രസിനെതിരെയുള്ള പോരാട്ടം അല്ലെങ്കിൽ കോൺഗ്രസ് JDSനെതിരെയുള്ള BJP-യുടെ പോരാട്ടം പരിപൂർണമായും വിജയിച്ചപ്പോൾ ആ പോരാട്ടം കുതന്ത്രങ്ങളിലൂടെയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന കണക്കുകൾ വെളിപ്പെടുത്തുന്നുള്ളത്. 1000 കോടി രൂപ അമിത്ഷയ്ക്കും നരേന്ദ്രമോദിക്കും എവിടെ നിന്നാണ് ലഭിച്ചത് എന്നാണ് JDS ന്യൂസ് 18-ന്റെ റിപ്പോർട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്തുകൊണ്ട് ചോദിക്കുന്നുള്ളത്. അഴിമതി വിരുദ്ധ സർക്കാരാണെന്ന് നിങ്ങൾ അവകാശപ്പെടുമ്പോൾ അഴിമതി വിരുദ്ധത കടലാസിൽ ഒതുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് JDS വ്യക്തമാക്കുന്നുള്ളത്. അതുമാത്രമല്ല, MLA-മാരെ ചാക്കിട്ട് പിടിച്ച് ഇങ്ങനെയുള്ള നെറികെട്ട രാഷ്ട്രീയം കളിക്കുന്നതിൽ എന്ത് ജനാധിപത്യമാണുള്ളതെന്നാണ് അവർ ചോദിക്കുന്നുള്ളത്. അങ്ങനെ കോടികളുടെ ഒരു കടന്നുവരൽ കർണാടകയിൽ നടന്നപ്പോൾ പണക്കൊതിയന്മാരായിട്ടുള്ള MLA-മാർ BJP-ക്ക് അനുകൂലതയുണ്ടാക്കാൻ, അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കാൻ അവർ രാജിവെക്കാൻ ഒരുങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. സവർണ ഫാസിസത്തിനെതിരെ വോട്ട് ചോദിച്ചു വന്നവർ പിന്നീട് അവർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തതിന് പിന്നിൽ കോടികളുടെ കണക്കുകൾ ഉണ്ട് എന്നുള്ളതിൻ്റെ നേർസാക്ഷ്യമാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.